ചേച്ചി അച്ഛനോടും അമ്മയോടുള്ള വാശിക്ക് പറഞ്ഞാണെങ്കിലും ചേച്ചിയുടെ ടെൻഷൻ ഉണ്ടല്ലേ? ബാലമാമിക്കും അരവിന്ദേട്ടനൊക്കെ വിഷമായി കാണും. എല്ലാം ഞാൻ കാരണമല്ലേ? ചേച്ചി എങ്ങനെ കാരണമാവുന്നേ? ആദ്യം ചേച്ചിയുടെ ഈ ഓവർ തിങ്കിങ് മാറ്റ്. ഓവർ തിങ്കിങ് അല്ല മോളെ. എന്റെ കല്യാണത്തിന് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചു ബാലമാമ. നമ്മളും അനുഭവിച്ചില്ലേ? കല്യാണത്തിന് കൊണ്ടുവച്ച പൈസ പോലും പോയി. എന്റെ കല്യാണത്തിനുള്ള തടസ്സം എന്താന്ന് കാര്യമായിട്ട് തെളിച്ച് പറഞ്ഞുമില്ല. ഇനിയിപ്പോ കല്യാണം നടക്കില്ലെന്ന് തുറന്നു പറയാനുള്ള മടിയുണ്ടാണെന്നും അറിയില്ല. ചേച്ചി വിഷമിക്കണ്ട. ആ ജോത്സ്യര് തടസ്സം മാറാനുള്ള വഴിപാടുകളൊക്കെ കുറിച്ച് തന്നിട്ടില്ലേ? അത് മുടക്കം വരാതെ ചെയ്യണം. ചെയ്യാം മോളെ. ഒറ്റയടി നേർച്ച, പിന്നെ അരവിന്ദേട്ടനൊരു ഏലസ് പൂജിച്ചു കെട്ടണം, പിന്നെ മാംഗല്യ സൂത്രം. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും ചേച്ചി. നമുക്ക് നാളെ തന്നെ ഒന്നിച്ചു പോയി ചെയ്യാം. വിഷമിക്കല്ലേ? ബാ. എന്റെ ബാബുക്കുട്ട, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, നീയും ചാരുവായിട്ടുള്ള കല്യാണമേ നടക്കൂ, അല്ലേടാ? അതെ. ആ, കാരൂർ ജോത്സ്യർ അവിടെ ചെന്ന് ഗണിച്ചു പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നീ തന്നെയാ ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. ഈ ജോത്സ്യത്തിലൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ അമ്മായി? അയ്യോ, കാരൂരിനെ വിശ്വസിക്കാം. ദേ, ഇവന്റെ ജാതകം നോക്കി കാരൂര് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ഇവന് കല്യാണയോഗമില്ലെന്ന്. എനിക്ക് അയാളെ വിശ്വാസം. പിന്നെ ചാരു യോഗം നിനക്ക് തന്നെ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായിട്ട് നിക്ക. അവളുടെ മനസ്സൊഴിച്ച്. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്കമ്മായി. നമ്മുടെ ഈ ബോംബെയിൽ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്, അതിനുവേണ്ടി മോഡലാവാൻ വരുന്ന പെൺകുട്ടികളുണ്ട്. അവളുമാരെ വരെ ഈ ബാബുക്കുട്ടൻ വളച്ചെടുത്തിട്ടുണ്ട്. പിന്നെ